ഒരു ഓഫ് റോഡ് വെഹിക്കിൾ എന്ന് പറയുമ്പോഴത്തേക്കിന് നമ്മുടെ മനസ്സിൽ ആദ്യം വരുന്ന ഏതെങ്കിലും ഒരു SUV ആയിരിക്കും. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കൊണ്ടുവന്നിരിക്കുന്നത് ഓഫ് റോഡ് പിക്കപ്പ് ട്രക്കാണ്, ടൊയോട്ട ടാക്കോമ. വെൽക്കം ടു വോക്ക് അറൗണ്ട്. ഇപ്പോൾ നമ്മൾ നാട്ടിലെ കാര്യം എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു ഡെയിലി യൂസിന് ആൾക്കാർ അങ്ങനെ പിക്കപ്പ് യൂസ് ചെയ്ത് തുടങ്ങിയിട്ടില്ല. ആ ഒരു കൾച്ചറിലേക്ക് ഇതുവരെ എത്തിയിട്ടില്ല. ഇപ്പോൾ ഹൈലറ്റ്സ് ഇറങ്ങിയിട്ട് 2 വർഷം ആയെങ്കിൽ കൂടെ തന്നെ ഒരു പക്ഷേ അതിൻ്റെ പ്രൈസ് ആയിരിക്കും ഒരു ഫാക്ടർ. ലൈക്ക് അത്രയും അതിൻ്റെ റിലയബിലിറ്റി ആൾക്കാർ മനസ്സിലായി വരണമെങ്കിൽ കൂടുതൽ ആൾക്കാർ അത് യൂസ് ചെയ്യണം. പിന്നെ നമുക്കുണ്ടായിരുന്ന ഒരു ഓപ്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇസൂസുവിൻ്റെ പിക്കപ്പാണ്. ഇസൂസു നമ്മൾ ഏറ്റവും കൂടുതൽ കണ്ടിരിക്കുന്നത് ട്രക്കിൽ കൊണ്ടുവന്നിട്ടുള്ള ഫോട്ടോ സെക്ഷന് വേണ്ടിയാണ്. അത് ഒരു കംപ്ലീറ്റ് ഓഫ് റോഡ് അല്ലെങ്കിൽ ഒരു റിലയബിൾ പിക്കപ്പ് എന്നുള്ളൊരു ലേബലിലേക്ക് ഇതുവരെ അതിന് എത്തിപ്പെടാൻ പറ്റിയിട്ടില്ലെന്നാണ് എനിക്ക് തോന്നുന്നത്. ചെറുപ്പം തൊട്ടേ നമുക്കൊരു മൈൻഡ് സെറ്റ് ഉണ്ട്. ഒരു പിക്കപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ലോഡിങ് വണ്ടി അത്ര തന്നെ. കാരണം അങ്ങനെ ഒരു ഡെയിലി യൂസിനൊന്നും ഒരു പിക്കപ്പ് ആരും അങ്ങനെ യൂസ് ചെയ്ത് നമ്മൾ കണ്ടിട്ടില്ല. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കൊണ്ടുവന്നിരിക്കുന്നത് നമ്മൾ ആക്ച്വലി ഹൈലറ്റ്സിനെ റീപ്ലേസ് ചെയ്യാൻ വേണ്ടി US മാർക്കറ്റിൽ എത്തിച്ച് പിന്നീട് അത് ടൊയോട്ടയുടെ വൺ ഓഫ് ദ ഐക്കോണിക് സിമ്പിൾ ഓഫ് റിലയബിലിറ്റി ആയ ടൊയോട്ട ടാക്കോമ മിഡ് സൈസ് പിക്കപ്പാണ്. അല്ലെങ്കിൽ ഒരു കംപ്ലീറ്റ് ഓഫ് റോഡ് പിക്കപ്പ് എന്ന് വേണമെങ്കിലും പറയാം. അപ്പോൾ ഈ വണ്ടിയിൽ ഏകദേശം 30 ലക്ഷം രൂപയുടെ കസ്റ്റം ഓഫ് റോഡ് മോഡിഫിക്കേഷൻസ് ചെയ്തിട്ടുണ്ട്. അതെന്തൊക്കെയാണെന്ന് ഞാൻ പറയാം. പിന്നെ കഴിഞ്ഞ വീഡിയോയിൽ ഫോറണറിൻ്റെ വീഡിയോയിൽ പറഞ്ഞ പോലെ തന്നെ ടൊയോട്ടയുടെ പല മോഡൽസും മാർക്കറ്റിൽ ജനറേഷൻസ് ആയിട്ടാണ് ഇൻവോൾവ് ചെയ്ത് വന്നിരിക്കുന്നത്. ഇത് ആക്ച്വലി 3rd ജനറേഷൻ ടാക്കോമയാണ്. ഏകദേശം ഒരു 70 വർഷങ്ങൾക്ക് മുമ്പാണ് ടൊയോട്ടയുടെ പാസഞ്ചർ വെഹിക്കിൾസ് US മാർക്കറ്റിൽ ഇൻട്രൊഡ്യൂസ് ചെയ്ത്. പിന്നീട് നമ്മുടെ കൊറോള ക്യാമറയൊക്കെ വന്നപ്പോൾ ടൊയോട്ട ഹാസ് ഗ്രോൺ ഇൻ വൺ ഓഫ് ദി ബിഗ്ഗസ്റ്റ് ബ്രാൻഡ്സ് ഗ്ലോബലി ആൻഡ് ഇറ്റ്സ് ട്രക്ക് ലൈൻ ഇസ് ഓൾസോ വെരി റിച്ച് വിത്ത് ഹിസ്റ്ററി സ്റ്റാർട്ടിംഗ് ഫ്രം ദി വെൽ നോൺ ടൊയോട്ട ഹൈലറ്റ്സ്. 95 ടാക്കോമ ആക്ച്വലി US മാർക്കറ്റിൽ ഇൻട്രൊഡ്യൂസ് ചെയ്ത്. ടാക്കോമ നേരത്തെ പറഞ്ഞ പോലെ ഹൈലറ്റ്സിന് ഒരു റീപ്ലേസ്മെൻ്റ് ആയിട്ടാണ് വണ്ടി വന്നത്. കാരണം ആ സമയത്ത് US കനേഡിയൻ മാർക്കറ്റിൽ ഒരു അഗ്രികൾച്ചർ കൊമേഴ്ഷ്യൽ യൂസിനേക്കാൾ കൂടുതൽ ഡെയിലി യൂസിന് ആൾക്കാർ പിക്കപ്പ് യൂസ് ചെയ്ത് തുടങ്ങി. അല്ലെങ്കിൽ പിക്കപ്പ് ആ സമയത്ത് അതായി ട്രെൻഡ്. അപ്പോൾ ഹൈലറ്റ്സിനെ കഴിഞ്ഞും റൈഡ് കംഫോർട്ട്, സ്റ്റെബിലിറ്റി, ഹാൻഡ്ലിംഗ് ഇതൊക്കെ വേണ്ടി വന്നു. സ്വാഭാവികമായിട്ട് ഒരു പേഴ്സണൽ പിക്കപ്പ് വെഹിക്കിൾ എന്ന് പറയുമ്പോഴത്തേക്കിന് ആ പക്ക കൊമേഴ്ഷ്യൽ ലുക്കിൽ നിന്നുള്ളൊരു ചേഞ്ചും വേണം. പക്ഷേ പിക്കപ്പിൻ്റെതായിട്ടുള്ള എല്ലാ പർപ്പസും മീറ്റ് ചെയ്യണം. അതായിരുന്നു ടാക്കോമയുടെ വരവിൻ്റെ ഉദ്ദേശം. പിന്നീട് അതിൻ്റെ ഓഫ് റോഡ് കേപ്പബിലിറ്റിയും കൂടെ മാർക്കറ്റ് അറിഞ്ഞപ്പോൾ വണ്ടി വേറെ ലെവലായി. അങ്ങനെ 2004-05 ആയപ്പോഴത്തേക്കിന് ദ മോസ്റ്റ് റിലയബിൾ 1GRF എഞ്ചിനോടുകൂടി 2nd ജനറേഷൻ ടാക്കോമ വന്നു. 1GRF എഞ്ചിൻ അറിയാലോ, നമ്മുടെ FJയിലും പ്രാഡോയിലൊക്കെ ഉണ്ടായിരുന്ന 6 സിലിണ്ടർ 4 ലിറ്റർ എഞ്ചിൻ. അങ്ങനെ 2015 ആയപ്പോഴത്തേക്കിനാണ് 3rd ജനറേഷൻ ടാക്കോമ ഇറങ്ങി. അതായത് ഈ മോഡൽ ഇത് TRD ഓഫ് റോഡ് എഡിഷൻ ആണ്. ഇതിൻ്റെ ഫ്രണ്ട് നാദത്തിൻ്റെ വണ്ടിയാണ്. ഈ ടാക്കോമയിലേക്ക് എങ്ങനെയാണ് എത്തിയതെന്ന് ഞാൻ പറയാം. നമ്മൾ FJ കൊടുത്തതിന് ശേഷം ഏതാണൊരു അടുത്ത വണ്ടി എന്നിങ്ങനെ ആലോചിച്ച് നിൽക്കുമ്പോഴത്തേക്കിനാണ് ടാക്കോമയെ കുറിച്ച് നമ്മൾ കൂടുതൽ അറിഞ്ഞതും. പക്ഷേ നോക്കിയപ്പോഴത്തേക്കിന് ഏറ്റവും കൂടുതൽ US-ലൊക്കെ ഈ റോക്ക് റോളിങ്ങിനാണ് ആ ഒരു ടൈപ്പ് ഓഫ് ഓഫ് റോഡിങ്, ആ ഒരു ടെറൈനാണ് ഈ വണ്ടി യൂസ് ചെയ്തിരിക്കുന്നത്. നമ്മുടെ എൻറ്റയർലി ഡിഫറെൻ്റ് ആണ് നമ്മുടെ ടെറൈൻ. നമ്മൾ ഡെസേർട്ടിലാണ് കൂടുതൽ ഓഫ് റോഡ് ചെയ്യുന്നത്. ആ സ്പീഡും മൊമെൻറ്റും ഒക്കെ നമുക്ക് വളരെയധികം അത്യാവശ്യമാണ്. അതുകൊണ്ട് ഇതിൻ്റെ പെർഫോമൻസ് ഡെസേർട്ടിൽ എങ്ങനെ ഉണ്ടാവും നമുക്ക് യാതൊരു ഐഡിയ ഉണ്ടായിരുന്നില്ല. പക്ഷേ രണ്ടും കൽപ്പിച്ച് വണ്ടി എടുക്കാമെന്ന് ഡിസൈഡ് ചെയ്തു. ടാക്കോമ മിഡിൽ ഈസ്റ്റിൽ സെയിലില്ലാത്തതുകൊണ്ട് അന്ന് 2 വണ്ടി നമ്മൾ US-ൽ നിന്ന് ഇമ്പോർട്ട് ചെയ്യുകയായിരുന്നു ചെയ്തത്. പക്ഷേ ഇതിൻ്റെ ഫസ്റ്റ് ടെസ്റ്റ് റൺ ചെയ്തപ്പോഴത്തേക്കിന് തന്നെ പണി കിട്ടിയെന്നുള്ള കാര്യത്തിൽ ഏകദേശം തീരുമാനമായി. കാരണം ഒരു 5500-6000 RPM ഒക്കെ ആകുമ്പോഴത്തേക്കിന് വണ്ടി സേഫ് മോഡിലേക്ക് പോകണം. ഒരു 2-3 സെക്കൻഡ്സ് ആവും പിന്നെ പവർ ഡെലിവറി ആയി വരാൻ. അപ്പോൾ അങ്ങനെ വരുമ്പോഴത്തേനും നമുക്ക് ഈ ക്രസ്റ്റ് ഡൂൺസ് ഒന്നും ക്രോസ് ചെയ്യാൻ വളരെ ബുദ്ധിമുട്ടായിട്ട് വന്നു. പിന്നെ ആകെയുള്ളൊരു ഓപ്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എഞ്ചിൻ ട്യൂൺ ചെയ്യുക, RPM ഓപ്പൺ ആക്കുക.
പക്ഷെ ആ സമയത്ത് വളരെ റയറായിട്ടാണ് ടാക്കോമ യൂസ് ചെയ്ത് തുടങ്ങിയിട്ടുണ്ടായിരുന്നത്. അപ്പം ട്യൂണൊന്നും അവൈലബിൾ ആയിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെ ഒരു 5-6 മാസത്തിൻ്റെ പുറകെ നടന്നു, ട്യൂൺ കിട്ടിയില്ല. ഞാനങ്ങനെ വണ്ടി കൊടുത്ത് 400ലേക്ക് മാറി. പക്ഷെ നാദം ഇതിൻ്റെ പുറകെ നടന്നു, ഇതിൻ്റെ ട്യൂൺ കിട്ടി. പക്ഷേ ഇതിൻ്റെ RPM ലിമിറ്റർ ഓഫ് ആക്കി കഴിഞ്ഞപ്പോഴത്തേക്കിനാണ് ഇതിൻ്റെ പക്ക പെർഫോമൻസ് നമുക്ക് പുറത്തറിയുന്നത്. അതാണ് ഇതിൻ്റെ തനി സ്വഭാവം. അപ്പോഴാണ് നമുക്ക് മനസ്സിലാകുന്നത് വണ്ടി വേറെ ലെവൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു രക്ഷയില്ല. അപ്പോൾ ഞാനീ പറഞ്ഞ 30 ലക്ഷം രൂപയോളം സ്പെൻഡ് ചെയ്തിരിക്കുന്ന ഇതിൻ്റെ ഓഫ് റോഡ് മോഡ്സ് എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഈ വണ്ടിയുടെ മെയിൻ ഹൈലൈറ്റ് എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ കളറാണ്. അപ്പം ഇതേ കളർ നിങ്ങളൊരു ഫേമസ് ആയിട്ടുള്ള മറ്റൊരു വണ്ടി നമുക്കറിയാം, 369 ഗാരാജിൽ നമ്മുടെ മമ്മൂക്കയുടെ മെഴ്സിഡീസ് AMG 45 മാഗ്ന ഓറഞ്ച്. ഇത് ആക്ച്വലി മാഗ്ന ഓറഞ്ച് അല്ല, ഇത് മാഗ്ന ബീം ഓറഞ്ച് എന്ന് പറയും. അപ്പോൾ പെയിന്റിങ് എനിക്ക് തോന്നുന്നു ഏകദേശം ഒരു 150,000 ഇന്ത്യൻ റുപ്പീസ് ആയിട്ടുണ്ട്. ആക്ച്വലി തേർഡ് ജെൻ ടാക്കോമ സ്റ്റോക്ക് വളരെ സിമ്പിളാണ് കാണാൻ. ഇപ്പോൾ നമ്മൾ ഫ്രണ്ട് പോർഷനിൽ നമ്മൾ ചെയ്തിരിക്കുന്നത് ഇതിൻ്റെ ഗ്രില്ല് ചേഞ്ച് ചെയ്തിട്ടുണ്ട്, TRD ഗ്രില്ലാണ്. പിന്നെ ആംബർ ലൈറ്റ്സ്, സ്പോട്ട് ആംബർ ലൈറ്റ്സ്, കസ്റ്റം മെറ്റൽ ബമ്പേഴ്സ്, ഡയോഡൈനാമിക്സിൻ്റെ ബാർ ലൈറ്റ്, ഈ പറയുന്ന ബാഹയുടെ ഫോഗ് ലൈറ്റ്സ് കൂടാതെ ഈ സ്പോട്ട് ലൈറ്റ്സ് നമ്മൾ ചെയ്തിട്ടുണ്ട്, ബാഹയുടെ സ്ക്വാഡ്രൺ പ്രോ. ഇപ്പോൾ LP9 ആക്ച്വലി 3 മോഡ്സ് ഉണ്ട്. ഫ്ലഡ് ഉണ്ട്, ഇതിൽ സ്പോട്ട് ഉണ്ട്, പിന്നെ ആംബർ ഉണ്ട്. ഇപ്പോൾ LP9 ഈ ലൈറ്റ്സിന്, ഫോഗ് ലൈറ്റ്സിന് തന്നെ ഏകദേശം 1 ലക്ഷം രൂപയോളം ആയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ സസ്പെൻഷൻ പാർട്ടിലേക്ക് പോവുകയാണെന്നുണ്ടെങ്കിൽ ഇത് പ്രൈമറി കോയിൽ ഓവർ സസ്പെൻഷൻ കിങ്സിൻ്റെയാണ്. ഇത് 2.5 ഇഞ്ചാണ്. 2.5 ഇഞ്ച് ഇതിൻ്റെ ലിഫ്റ്റ് ഹൈറ്റ് കൂടാതെ ഇതിൻ്റെ സിലിണ്ടർ ഡയയും 2.5 ഇഞ്ച് തന്നെയാണ്. സെക്കൻഡറി സസ്പെൻഷൻ, ഇത് സെക്കൻഡറി നമ്മൾ S2 എന്ന് പറയും. നോർമലായിട്ട് നമ്മൾ ചെയ്യുന്നത് അഗ്രസീവായിട്ടുള്ള ഓഫ് റോഡ് ചെയ്യുമ്പോൾ മാത്രമാണ് നമ്മൾ S2 ചെയ്യുന്നത്. ഫ്രണ്ടിൽ ജമ്പൊക്കെ എടുക്കുന്ന സമയത്ത് വണ്ടിക്ക് അധികം ഇമ്പാക്റ്റ് ഉണ്ടാകത്തില്ല, അല്ലെന്നുണ്ടെങ്കിൽ ലോവർ ആം ബെൻഡാകും, അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവാറുണ്ട്. അപ്പോൾ S2 നമ്മൾ ആഡ് ചെയ്തിട്ടുണ്ട്. S2 റാഡ് ഫ്ലോഡാണ്. S2 ആഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ ഹൂപ്പ് നമ്മൾ അഡീഷണൽ ചെയ്തതാണ്. അതേ കൂടാതെ അപ്പർ കൺട്രോൾ ആം, ഡേർട്ട് കിങ്ങിൻ്റെ അപ്പർ കൺട്രോൾ ആം, ഇത് ഹെയിം ജോയിൻ്റ് ആണ്. ഇപ്പോൾ നമ്മൾ ഇത്രയും വലിയ സൈസ് ടയറും കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോഴത്തേക്കിന് ഇതിന് ക്യാമ്പറും കാസ്റ്ററും കിട്ടത്തില്ല. അപ്പം ഹെയിം ജോയിൻ്റ് ആണെന്നുണ്ടെങ്കിൽ ഇവിടെ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. അഡ്ജസ്റ്റേഴ്സ് ഉള്ളതാണെന്നുണ്ടെങ്കിൽ പ്രിഫറബിളി ബെറ്റർ. ഈ സസ്പെൻഷൻ മാത്രം ഏകദേശം 10 ലക്ഷം രൂപയോളം ആയിട്ടുണ്ട്. പിന്നെ അതേപോലെ തന്നെ ലോവർ കൺട്രോൾ ആകുമ്പോൾ ഈ S2 ചെയ്യുമ്പോഴത്തേക്കിനും നമ്മുടെ സ്റ്റോക്ക് ലോവർ കൺട്രോൾ ആകുമ്പോൾ S2 മൗണ്ട് ചെയ്യാൻ പറ്റത്തില്ല. സോ അഡീഷണൽ മൗണ്ടുള്ള ലോവർ കൺട്രോൾ ആമാണിത്. സ്കിഡ് പ്ലൈറ്റ്സ് ഉണ്ട്, കസ്റ്റം ഹെഡ്ലൈറ്റ്സ്, അതേപോലെ എയറൈഡിൻ്റെ സ്നോർക്കൽസ്, സൈഡ് ഷൂട്ടേഴ്സ്. പിന്നെ ഒരു മെയിൻ ഹൈലൈറ്റ് എന്ന് പറഞ്ഞാൽ റിജിഡിൻ്റെ 20 ഇഞ്ച് GPS അസിസ്റ്റ് ഉള്ള ബാർലൈറ്റാണ്. ഈ ബാർലൈറ്റിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൽ GPS അസിസ്റ്റ് ഉള്ളതുകൊണ്ട് നമ്മൾ ഫ്ലഡും സ്പോട്ടും ഓട്ടോമാറ്റിക്കലി നമ്മുടെ സ്പീഡിനനുസരിച്ച് അഡ്ജസ്റ്റ് ആവും. പിന്നെ സൈഡിലേക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ മിറർ, കസ്റ്റം മിറേഴ്സാണ്. ടേൺ സിഗ്നലുണ്ട്, ഉള്ളിലുണ്ട്, പുറത്തുമുണ്ട്. അതേപോലെ തന്നെ സൈഡ് സ്റ്റെപ്പ്. ബാക്കിലേക്ക് വരികയാണെങ്കിൽ അപ്പോൾ ടാക്കോമയ്ക്ക് വരുന്നത് പറയാൻ മറന്നു. ഈ ടാക്കോമയ്ക്ക് വരുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റിയർ ലീവ് സ്പ്രിംഗ് ആണ്. ഇപ്പോൾ ഈ ലീവ് സ്പ്രിംഗ് ആയതുകൊണ്ട് തന്നെ ബാക്കിലെ ഈ ബെഡിൽ നമുക്ക് അധികം വെയിറ്റ് ഇല്ലാത്തതുകൊണ്ട് വണ്ടിക്ക് ചാട്ടം കുറച്ച് കൂടുതലായിരിക്കും. അപ്പോൾ ഇതിൻ്റെ കൂടെ ലോഡ് സ്പ്രിംഗ് കൂടാതെ നമ്മളൊരു അഡീഷണൽ സ്പ്രിംഗ് കൂടെ ആഡ് ചെയ്തിട്ടുണ്ട്, ഈ സ്റ്റെബിലിറ്റിയും ചാട്ടമൊക്കെ കുറച്ച് കുറയ്ക്കാൻ വേണ്ടി. റിയർ സസ്പെൻഷൻ കിങ്സിൻ്റെ തന്നെ ട്രിപ്പിൾ ബൈപ്പാസ് സസ്പെൻഷനാണ്. പിന്നെ ഈ ടേണോ കവർ അഡീഷണൽ നമ്മൾ ചെയ്തതാണ്. ഡെസേർട്ടിലെ സേഫ്റ്റിക്ക് വേണ്ടിയുള്ള ഫ്ലാഗ് മോളിൻ്റെ 2 മൗണ്ട്സ് ഉണ്ട്. റിയർ ടെയിൽ ലൈറ്റ്സ്, കസ്റ്റം ടെയിൽ ലൈറ്റ്സ്, ഈ ടാക്കോമ ഡീകോൾസ്. പിന്നെ ഇതിൻ്റെ ഉള്ളിൽ നമ്മൾ ചെയ്തിട്ടുണ്ട് ബാക്കിൽ എക്സ്ട്രാ 2 ലൈറ്റ്സ് നമ്മൾ ചെയ്തിട്ടുണ്ട്. അതേപോലെ തന്നെ ഈ സ്ട്രെങ്തനർ നമുക്ക് ടാക്കോമയ്ക്ക് പൊതുവെ കണ്ടുവരുന്നൊരു പ്രശ്നമാണ് ബാക്ക് സൈഡ് ബോഡി ടിൽറ്റ് ആകുന്നതുകൊണ്ട് ഈ ഏരിയാസ് കുറച്ച് പൊട്ടും, ഈ ബെഡ് ലൈനർ പൊട്ടാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെയാണ് നമ്മൾ ഈ സ്ട്രെങ്തനർ അഡീഷണൽ ആഡ് ചെയ്തിരിക്കുന്നത്. ബാക്ക് സൈഡിൽ പിന്നെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് കാണാം ചേസ് ലൈറ്റ് അഡീഷണൽ ആണ്. സ്റ്റോക്ക് ടയേഴ്സ് വരുന്നത് 265 16 ഇഞ്ചാണ്, നമ്മൾ 275 17 ഇഞ്ച് ആക്കിയിട്ടുണ്ട്. അതേപോലെ തന്നെ മെത്തേഡിൻ്റെ 108 ബീറ്റ് ലോക്ക് സ്ട്രീംസ് ഏകദേശം ഒരു 2 ലക്ഷം രൂപയോളം വരുന്നുണ്ട്. -44 ഓഫ്സെറ്റ് ആണ്. HRR വീൽ സ്പേസേഴ്സ് ഉണ്ട്, എപ്പെക്സിൻ്റെ ക്വിക്ക് റിലീസ് വാൽവ്. പിന്നീടുള്ളത് നമ്മുടെ മെയിൻ അട്രാക്ഷൻ
റൂഫ് റാക്കാണ്. റൂഫ് റാക്ക് റൈനോ റാക്കിൻ്റെ റൂഫ് റാക്കാണ്. സ്റ്റാൻഡേർഡ് സൈസ് ടാക്കോമ എന്ന് പറഞ്ഞിട്ടൊരു സൈസ് നമുക്കിവിടെ യു എ കിട്ടാനില്ല. അതുകൊണ്ട് നമ്മൾ സ്റ്റാൻഡേർഡ് സൈസ് കസ്റ്റം ബാക്ക് ബോൺ സിസ്റ്റം നമ്മൾ ചെയ്തതാണ്. ഈ ഗ്രൂവ് ഇട്ടിരിക്കുന്ന നമ്മൾ ടെമ്പററി ആയിട്ടുള്ള ടെൻഡ് ചെയ്യുന്ന സമയത്ത് അത് ഫിക്സ് ചെയ്യാൻ വേണ്ടിയാണ്. അതേപോലെ തന്നെ പെർമനൻറ്റ് ടെൻഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ 320 kg വെയിറ്റ് ലോഡ് കപ്പാസിറ്റി ഉണ്ട് അറ്റ് റെസ്റ്റിൽ. പിന്നെ റൈനോ റാക്കിൻ്റെ തന്നെ ഷവൽ മൗണ്ടും ഷവലും. പിന്നെ നമ്മൾ റിയർ സൈഡിൽ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് തേർഡ് ബ്രൈറ്റ് ലൈറ്റ്സ് ഉണ്ട്. അതേപോലെ തന്നെ എക്സ്പ്രൈറ്റിൻ്റെ ചേസ് ലൈറ്റ്സ് ഉണ്ട്. ഈ ബാക്കിലെ ഡോറ് ഓട്ടോമാറ്റിക്കലി ഓപ്പൺ ആൻഡ് ക്ലോസ് ആണ്. അകത്ത് നമുക്ക് വേറെ ബട്ടൺ ഉണ്ട്. അത്രയൊക്കെയാണ് ബാക്ക് സൈഡിൽ ചെയ്തിരിക്കുന്ന കാര്യങ്ങൾ. അതേപോലെ തന്നെ ടാക്കോമയുടെ റിയർ ലിഫ്റ്റ് ചെയ്യാൻ കുറച്ച് ചലഞ്ചിങ് ആയിരുന്നു. കാരണം ഇതിൻ്റെ ലീഫ് സ്പ്രിങ് ആണല്ലോ ബാക്കിൽ. സോ അഡീഷണൽ നമുക്കൊരു ബ്ലോക്ക് ആഡ് ചെയ്യേണ്ടി വന്നു. ബ്ലോക്ക് ആഡ് ചെയ്തുകൊണ്ട് തന്നെ യു ബോൾട്ട് എക്സ്റ്റെൻഡ് ചെയ്യേണ്ടി വന്നു. അത് മാത്രമല്ല പ്രൊപ്പലർ ഷാഫ്റ്റിൻ്റെ ആംഗിളിന് ഒരു സ്പേസർ വേറെ ആഡ് ചെയ്യേണ്ടി വന്നു. കാരണം അല്ലെന്നുണ്ടെങ്കിൽ വൈബ്രേഷൻസ് ഉണ്ടാവും. ഇത്രയൊക്കെയാണ് നമ്മൾ ബാക്കിൽ ചെയ്തിരിക്കുന്ന ഇതിൻ്റെ മോഡ്സ്. പിന്നെ ഇതിൻ്റെ എഞ്ചിൻ ആൻഡ് പെർഫോമൻസ് പാർട്ടിലേക്ക് വന്നു കഴിഞ്ഞാൽ നമ്മൾ മെയിനായിട്ട് US സ്പെക്ക് ആയതുകൊണ്ട് അറിയാലോ, അവിടുത്തെ കോൾഡ് കൺട്രീസിന് വേണ്ടി പ്രിപ്പയർ ചെയ്ത വണ്ടികളാണ്. സോ നമ്മൾ ഇതിലുണ്ടായിരുന്ന റേഡിയേറ്റർ മാറ്റിയിട്ട് നമ്മൾ CSFൻ്റെ അലൂമിനിയം 4 കോർ റേഡിയേറ്റേഴ്സ് നമ്മൾ മാറ്റി. അതുപോലെ തന്നെ ഗിയർ കൂളേഴ്സ് ആഡ് ചെയ്തിട്ടുണ്ട്. GT മൊമെൻറ്റം കോൾഡെയർ ഇൻഡെക്സ് പ്ലഗ്സ് മാറ്റി ഇറിഡിയം പ്ലഗ്സ് ആക്കിയിട്ടുണ്ട്. ഈ കാണുന്ന അഡാപ്റ്റർ ഓക്സ് ബീം സ്വിച്ച് പാനലിൻ്റെയാണ്. അപ്പോൾ ഈ കണ്ട സ്വിച്ചുകളും കാര്യങ്ങളും എല്ലാം കൺട്രോൾ ചെയ്യുന്നത് ഈ ഓക്സ് ബീമിൻ്റെ സ്വിച്ച് പാനലാണ്. അത് ഞാൻ ഉള്ളിൽ കാണിക്കുക, അതിൻ്റെ കൺട്രോൾസ് എവിടേക്കാണ് വരുന്നതെന്നുള്ളത്. പിന്നെ ഞാൻ ആദ്യം പറഞ്ഞ പോലെ തന്നെ നമുക്ക് RPM കട്ട് ഓഫിന് വേണ്ടി എഞ്ചിൻ ട്യൂൺ ചെയ്തു. ഈ ആൻറ്റിന വരുന്നത് വയർലെസ് റേഡിയോ, നമ്മുടെ ഡെസേർട്ടിൽ കമ്മ്യൂണിക്കേഷന് വേണ്ടിയുള്ളത്. പിന്നെ ഓൺ റോഡ് ആണെങ്കിലും ഓഫ് റോഡ് ആണെങ്കിലും നമുക്ക് ആ വണ്ടി ഓടിക്കുന്നതിൻ്റെ ആ ഫീൽ കിട്ടണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ എക്സോസ് നോട്ടാണ്. അപ്പോൾ നമ്മളിതിൽ ചെയ്തിരിക്കുന്നത് ക്യാറ്റ് ബാക്ക് എക്സോസ് വിത്ത് ഫുൾ സ്റ്റെയിൻലെസ് സ്റ്റീൽ പൈപ്പിംഗ് ആണ് ചെയ്തിരിക്കുന്നത്. അങ്ങനെ നമ്മൾ ഇൻറ്റീരിയർ പാർട്ടിലേക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ വളരെ സിമ്പിളായിട്ടുള്ളൊരു ഡാഷ്ബോർഡ്. അതേപോലെ തന്നെ ഈ മൗണ്ട് അഡീഷണൽ ആണ്. ആക്സസറീസും ഗോപ്രോയും കാര്യങ്ങളെല്ലാം ഫിറ്റ് ചെയ്യാം. ഒരു 12 ഇഞ്ച് ടച്ച് സ്ക്രീൻ ഉണ്ട്. പിന്നെ ഈ സ്വിച്ചസ് നമ്മുടെ നോർമൽ AC ബട്ടൺസ് ആണ്. ഈ ബട്ടൺസ് എല്ലാം ചേഞ്ച് ചെയ്താണ്. അതാണ് ഈ റെഡ് കളറിൽ കാണാവുന്നത്. പിന്നെ വണ്ടി ഫുൾ ടൈം 4 വീൽ ഡ്രൈവ് അല്ലാത്തതുകൊണ്ട് സെലക്ടേഴ്സ് ഇവിടെ ഉണ്ട്. 4H 4 ലോ, 2 വീൽ ഡ്രൈവ്, 4 വീൽ ഹൈ സെലക്ടേഴ്സ്. അതേപോലെ തന്നെ പുഷ് ബട്ടൺ സ്റ്റാർട്ട്. ഇത് അഡീഷണൽ നമ്മുടെ 20 ഇഞ്ച് റിജിഡിൻ്റെ കൺട്രോൾ ബട്ടൺസ് ആണ്. അതേപോലെ തന്നെ ഇത് നമ്മുടെ റിയർ ഗ്ലാസിൻ്റെ കൺട്രോൾസ് ആണ്. പിന്നെ ഇവിടെ ഒരു NFC വയർലെസ് ചാർജേഴ്സ് കാണാം. അതിൻ്റെ ബട്ടണാണിത്, USB പോർട്ട്. പിന്നെ ഒരു ECT പവർ ബട്ടൺ എന്ന് പറഞ്ഞിട്ടൊരു ബട്ടൺ കാണാം. ഇലക്ട്രോണിക് കൺട്രോൾ ട്രാൻസ്മിഷൻ പവർ ബട്ടൺ ആണ്. നമുക്ക് ഷോർട്ട് ടേൺ ടൈംസിൽ വന്നിട്ട് ത്രോട്ടിലിൻ്റെ റെസ്പോൺസ് കൂട്ടാനാണ് ഇലക്ട്രോണിക് കൺട്രോൾ ട്രാൻസ്മിഷൻ പവർ ബട്ടൺ യൂസ് ചെയ്യുന്നത്. പിന്നീടുള്ള സ്വിച്ച് നമ്മുടെ എക്സ്പ്രൈറ്റിൻ്റെ റിയർ ചേസ് ലൈറ്റിൻ്റെ സ്വിച്ചസ് ആണ്. വയർലെസ് ചാർജേഴ്സ് ഉണ്ട്, 2 ഗ്ലാസ് ഹോൾഡേഴ്സ്. പിന്നീടുള്ളത് വയർലെസ് റേഡിയോ ഉണ്ട്. ടെറ്റോണ്ട് ഗിയർ ലിവേഴ്സ് ഉണ്ട്. ഇതിന് തന്നെ ഒരു 15,000 രൂപകളുണ്ട്. കാർബൺ ഫൈബർ സ്റ്റിയറിംഗ് വീൽസ്. നമുക്ക് സ്റ്റിയറിംഗ് വീൽസിലെ മെയിൻ കൺട്രോൾസ് വന്നിട്ട് നമ്മുടെ ഇൻഫോർടൈൻമെൻറ്റ് സിസ്റ്റത്തിൻ്റെ കൺട്രോളും, അതേപോലെ തന്നെ അഡാപ്റ്റീവ് ക്രൂസ് കൺട്രോൾ, ലൈൻ ഡിപ്പാർച്ചർ അസിസ്റ്റ്, ബ്ലൂടൂത്തിൻ്റെ കൺട്രോൾസ്. പിന്നീടുള്ളത് സ്കാൻ ഗേജ് ആണ്. സ്കാൻ ഗേജിൽ നമുക്ക് മെയിൻലി നമ്മൾ ഓഫ് റോഡ് ചെയ്യുന്നതുകൊണ്ട് നമ്മുടെ എഞ്ചിൻ റൂമിലെ ടെമ്പറേച്ചർ നമുക്ക് അറിയാൻ പറ്റും. അതേപോലെ തന്നെ ട്രാൻസ്മിഷൻ്റെ ഉള്ളിലെ ട്രാൻസ്മിഷൻ്റെ പാൻറ്റ് ടെമ്പറേച്ചർ, മൾട്ടിപ്പിൾ ഓപ്ഷൻസ് ഉണ്ട് ഇതിൽ സെലക്ട് ചെയ്യാൻ വേണ്ടി. അതൊക്കെയാണ് ഇൻറ്റീരിയർ ആയിട്ടുള്ളത്. പിന്നെ ഫാബ്രിക് സീറ്റ്സ്, നമ്മൾ നോർമൽ ഫാബ്രിക് സീറ്റ്സ്. ആകെപ്പാടെ ഈ ഒരു ഹൈറ്റ് മാത്രമേ നമുക്കൊരു പ്രശ്നമായിട്ട് കണ്ടിട്ടുള്ളൂ. കാരണം സ്പേസസ് ഇട്ട് നമ്മൾ പൊക്കിയിട്ടുണ്ട്. എന്നാലും നമ്മുടെ റൂഫുമായിട്ടുള്ള ഗ്യാപ്പ് കുറച്ച് കുറവാണ്. അതേപോലെ തന്നെ റിയർ വ്യൂ മിറർ, വുൾഫ് ബോക്സിൻ്റെ റിയർ വ്യൂ മിറർ, റിയർ 4K ആണ്, ഫ്രണ്ട് 2.5K ആണ്. നമ്മൾ റൂഫിലേക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് റൂഫ് ലൈറ്റ്സിൻ്റെ കൺട്രോൾസ് ഉണ്ട്. ഇതും കസ്റ്റം ലൈറ്റ്സ് ആണ്. അതേപോലെ തന്നെ ട്രാക്ഷൻ കൺട്രോൾ ബട്ടൺ ഉണ്ട്, റിയർ ഡിഫ്ലോക്ക് ബട്ടൺ ഉണ്ട്. MTS നമ്മൾ മാനുവൽ ടെറൈൻ സെലക്ടേഴ്സ് ആണ്. ക്രോൾ കൺട്രോൾ ബട്ടൺ ഉണ്ട്. ടെറൈൻ നമുക്ക് ഇവിടെ സെലക്ട് ചെയ്യാൻ പറ്റും. ഇതിലുള്ള അവൈലബിൾ ടെറൈൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മഡ് ആൻഡ് സാൻഡ്, ലൂസ് റോക്ക്, അതേപോലെ തന്നെ മൊഗിൾ, സ്നോ, റോക്ക് ആൻഡ് ഡേർട്ട്, റോക്ക്. ഇത്രയും ടെറൈൻ അഡ്ജസ്റ്റ്മെൻറ്റ്സ് ആണ് ഉള്ളത്. അതേപോലെ തന്നെ പിക്കപ്പ് ആയതുകൊണ്ട് നമുക്കിപ്പോൾ SUV അല്ലെന്നുണ്ടെങ്കിൽ സെഡാൻ പോലെ സ്റ്റോറേജ് സ്പേസിൻ്റെ ഒരു ചെറിയ പ്രശ്നം ഉണ്ടാവും. ബാക്കിലെ ബെഡ് മാത്രമേ ഉള്ളൂ നമുക്ക് സ്റ്റോറേജ്. അതല്ലാതെ അത്യാവശ്യം ടൂൾസ് കാര്യങ്ങളൊക്കെ വെക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾക്ക് സീറ്റിൻ്റെ താഴെയായിട്ടൊരു സ്റ്റോറേജ് ബോക്സ് കൊടുത്തിട്ടുണ്ട്. അതേപോലെ തന്നെ ഈ സീറ്റിൻ്റെ താഴെ 2 സ്റ്റോറേജ് ആണുള്ളത്. പിന്നെ ഇവിടെ ഒരു സ്റ്റോറേജ് സ്പേസ് ഉണ്ട്. ഇപ്പം ഇത് നമ്മുടെ എയർ കംപ്രസറാണ്. ഇൻവെർട്ടർ നമ്മൾ അഡീഷണൽ ചെയ്തിരിക്കുന്നതാണ്. ഇൻവെർട്ടർ നോർമൽ നമ്മൾ യൂസിൽ വരുന്ന 110 മാറ്റി 210 ഇവിടുത്തെ പവർ വോൾട്ടിന് അനുസരിച്ച് നമ്മൾ ഇൻവെർട്ടേഴ്സ് നമ്മൾ ചെയ്തിട്ടുണ്ട്. ഇത്രയൊക്കെയാണ് ഇതിൻ്റെ സ്റ്റോറേജ് സ്പേസ് എന്ന് പറയുന്നത്. അതുമാത്രമാണ് ഒരു
പ്രശ്നമായിട്ടുള്ളതെന്ന് പറയാം വേണമെന്നുണ്ടെങ്കിൽ. ഈ ടാക്കോമ കുറച്ച് നാൾ യൂസ് ചെയ്ത് കഴിഞ്ഞപ്പോഴാണ് ഈ US കാനഡിയൻ മാർക്കറ്റിൽ ഈ വണ്ടി എന്താണ് ഇത്രത്തോളം ക്ലിക്കായെന്നുള്ള കാര്യം മനസ്സിലായത്. എന്തുകൊണ്ടാണ് ഇത്ര ആൾക്കാർ ഒരു ലൈഫ് സ്റ്റൈൽ പിക്കപ്പായിട്ടോ അല്ലെങ്കിൽ ഒരു പേഴ്സണൽ കാറായിട്ടോ ഇത് യൂസ് ചെയ്യാൻ കാരണം? നമുക്കൊരു ട്രക്ക് യൂസ് ചെയ്യുന്നതിൻ്റെ ഒരു ബുദ്ധിമുട്ട് അങ്ങനെയൊന്നും തോന്നില്ല. ഒരു ചെറിയ വണ്ടി യൂസ് ചെയ്യുന്ന പോലെ തന്നെയാണ്. അത്ര നല്ല ഹാൻഡ്ലിങ്ങും സ്റ്റെബിലിറ്റിയും അല്ലെങ്കിൽ ഡ്രൈവിംഗ് കംഫോർട്ടുമാണ് ടാക്കോമ തരുന്നത്. അതേപോലെ തന്നെ ഇത് ഒരു ഓഫ് റോഡെന്ന് നമ്മൾ ഇത്രയും നേരം പറഞ്ഞെങ്കിലും നമുക്കൊരു ഷോപ്പിംഗ് മാൾ പോകണമെങ്കിലോ അല്ലെന്നുണ്ടെങ്കിൽ ഒരു ഓൺ റോഡ്, ഒരു ലോങ് ഡ്രൈവ്, അല്ലെങ്കിൽ ഒന്ന് ക്യാമ്പിങ് ചെയ്യണമെങ്കിലോ എല്ലാ സാധനവും വാരിയെടുത്തിട്ട് ബാക്കിലിട്ടിട്ട് നമുക്ക് പോകാൻ പറ്റും. ബാക്കിൽ ബെഡ് ആണെങ്കിൽ നമ്മൾക്കൊരു എയർബഡ് ഇട്ട് കഴിഞ്ഞാൽ കിടക്കാനുള്ള സൗകര്യമുണ്ട്. എല്ലാ രീതിയിലും നമ്മുടെ എല്ലാ പർപ്പസും ഈ വണ്ടി മീറ്റ് ചെയ്യും. അങ്ങനെ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. മറ്റേതെങ്കിലും വണ്ടിയുമായിട്ട് അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം.